ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ദാബ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ഉണ്ട്. ഇത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു 1/2 ലെമണിൻ്റെ നീര് കൂടി ഇട്ട് കൊടുക്കാവേ. 1/2 ലെമണിൻ്റെ നീര്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു അരമണിക്കൂറത്തേന് മാറ്റി വയ്ക്കാം. ദാബ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്വല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 1 അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒനിയൻ 3 മീഡിയം സൈസ്ഡ് ഒനിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്യൂരിയാക്കി അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചേക്കുവാണിത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടേബിൾ സ്പൂൺ, ക്യുമിൻ പൗഡർ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ. ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണ്. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഞാൻ ചിക്കനെല്ലാം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ദാബ ചിക്കൻ ആക്കും എന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവോള നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കണം. ഇതിലോട്ട് നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാവേ. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇപ്പം നമ്മുടെ സബോള ഇവിടെ ഒന്ന് ജസ്റ്റ് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വഴലട്ടെ. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ക്യുമിൻ പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ ഗരം മസാല പൗഡർ, ഇതെല്ലാം ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കാം. മറ്റേ തക്കാളി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തിരുന്നതാണിത്. ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഇടുമ്പോൾ നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇടാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതിപ്പോൾ ഞാൻ തീ ഓൾറെഡി കുറച്ചിട്ടിരുന്നു മസാല ഇട്ടപ്പോൾ. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി വയ്ക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. തക്കാളിയൊക്കെ ഈ ഒനിയൻ്റെ കൂടി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് കണ്ടോ, ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പച്ചമുളക്, നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന വറുത്ത് എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് തീ സ്വല്പം ഒന്ന് കുറച്ച് വയ്ക്കാം. കണ്ടോ, ഇപ്പം ഇതിനകത്ത് ഈ തക്കാളിക്കകത്ത് വെള്ളമോ ഒന്നുമില്ല, ഈ മസാലയ്ക്കകത്ത് അതെല്ലാം വറ്റിപ്പോയി. അപ്പം നമ്മുടെ ചിക്കൻ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഈ മസാല കിടന്നൊന്ന് വേവട്ടെ. തുറന്ന് വെച്ച് തന്നെയാണ് ഞാനിത് വേവിക്കുന്നത്. ഇപ്പം നമ്മളത് അടയ്ക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ ചിക്കൻ ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്രേവി തിന്നായി പോകും. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഉണ്ടോ, ഞാനിതിപ്പോൾ തുറന്നു. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനകത്തേക്ക് വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എനിക്ക് മല്ലിയില ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഫെനൽ സീഡ്സ് ആണ് ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ദാബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്